കേരള റീൽസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ആറന്മുള വള്ളംകളി. ഇത് ആറന്മുള ക്ഷേത്രം. ആദ്യമായിട്ട് ആറന്മുള ക്ഷേത്രം. ആറന്മുള ടൗണാണ്. ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ള വ്യൂ ആണ്. ഉടൻ തന്നെ ജലഘോഷയാത്ര ആരംഭിക്കും. കദളിമംഗലം പള്ളിയോടങ്ങൾ യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തൊട്ടു പിന്നിലായി തെക്കേമുറി കിഴക്ക് ഇടയാറന്മുള മാരാമൺ ചിറയിറമ്പ് പള്ളിയോടങ്ങളും കടന്നു വരുന്നതോടുകൂടി ഈ വർഷത്തെ ജലഘോഷയാത്ര ആറന്മുള ക്ഷേത്രമാണ്. തപ്പുക്കുളം. പാലക്കര, കാട്ടൂർ, തെക്കേമുറി, വെട്പാല, കദളിമംഗലം എന്ന 4 പള്ളിയോടങ്ങൾ കാഴ്ച കരകയറുന്നു, കാഴ്ചയ്ക്ക് മിഴിവേറുന്നു എന്ന് പറഞ്ഞതുപോലെ 3 പള്ളിയോടങ്ങൾ ജലഘോഷയാത്രയിൽ പങ്കെടുത്ത് തുഴഞ്ഞു കയറുന്നത് കണ്ടുകണ്ട് നിന്നപ്പോൾ കാഴ്ചകളാണ്. തുറവിച്ചങ്ങനെ ഈ ജലഘോഷയാത്രയിൽ ആറന്മുള രഘുനാഥൻ, തിരുവാറന്മുള പാർത്ഥസാരഥി, ഗജരാജൻ, തിരുവാറന്മുള രഘുനാഥൻ, ഇവിടുത്തെ പ്രഗത്ഭ ആനകളുടെ ഫോട്ടോസാണ്. തിരുത്തുപണികൾ. അടുത്ത ബാക്കി തെക്കേമുറി കിഴക്ക് ഇടയാറന്മുള മാരാമൺ ചിറയിറമ്പ് പള്ളിയോടങ്ങൾ ഉടൻ തന്നെ തിരിക്കേണ്ടതാണ്. ജലഘോഷയാത്രയുടെ സമാപനം കുറിച്ചുകൊണ്ടുള്ള അവസാന ഈ ജലഘോഷയാത്ര നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ ജലഘോഷയാത്ര നടക്കുന്നു. ജലഘോഷയാത്ര അത് കാണാൻ പോവുകയാണ്. ജലഘോഷയാത്ര കടന്നു പോകുന്നു. വർണ്ണാഭമായ ഒരു ജലഘോഷയാത്ര അവസാനിക്കുകയാണ്. ഇനി അല്പസമയത്തിനുള്ളിൽ മത്സ്യബന്ധത്തിൽ തുടരുന്നതാണ്. ജലഘോഷയാത്ര കിഴക്കോട്ട് കടന്നു പോകുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ മത്സര വള്ളംകളി വളരെ പ്രാധാന്യമുള്ളതല്ല. ഹൈന്ദവ ആചാര പ്രകാരമുള്ള ദൈവത്തിനുള്ള ഒരു നിവേദ്യമാണ്. ജലഘോഷയാത്ര 3 പള്ളിയോടങ്ങൾ ഒരുമിച്ച് നീങ്ങുന്നു. അങ്ങേയറ്റത്ത് എത്തിച്ചേർന്നു.
മഹാക്ഷേത്രം. അതിനുള്ളിൽ നിന്നാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്നത്. ആറന്മുള ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുമ്പിലാണ് വള്ളംകളി. ജനങ്ങൾ ഇഷ്ടംപോലെ കാണാൻ കാത്തിരിക്കുന്നു. ക്ഷേത്ര ഒരു സംഘം അങ്ങേയറ്റത്ത് എത്തിച്ചേർന്നു. ഇവിടെ 4 പള്ളിയോടങ്ങൾ കടന്നു വരുന്നു. ഘോഷയാത്രയാണ്. ഘോഷയാത്ര കിഴക്കോട്ട് പോവുകയാണ് പള്ളിയോടങ്ങൾ. കിഴക്കേ അറ്റം നേരെ പോയാൽ ശബരിമലയിൽ ചെല്ലും. അവിടെ നിന്നാണ് പമ്പ തുടങ്ങുന്നത്. ഇത് പമ്പയാറാണ്. അങ്ങേയറ്റത്ത് കിഴക്കോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ ഉപരി ഇപ്രാവശ്യത്തെ നമ്മുടെ പള്ളിയോട സഭാസംഘത്തെയും ആറന്മുളയെയും നമ്മളെ ഓരോരുത്തരെയും ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന്റെ ഓഫീസും അദ്ദേഹവും അറിഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഏറ്റവും അധികം സന്തോഷമാണ്. ഈ സുവനീറിന് അദ്ദേഹം നേരിട്ട് നമുക്ക് ആശംസ അർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ലേഖനത്തോടു കൂടിയാണ്, അദ്ദേഹത്തിന്റെ ആശംസയോടുകൂടിയാണ് ഈ സുവനീർ തുടങ്ങുന്നത്. ആശംസ നേർന്നിട്ടുണ്ട്. ഒത്തിരി ദൂരെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഘോഷയാത്ര ഏകദേശം സമാപിക്കുന്നു. ഇതിനുശേഷം മത്സര വള്ളംകളി. ക്ഷേത്രത്തിൻ്റെ പമ്പ നദിയിലേക്കുള്ള പടവുകളാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദേശം നിങ്ങൾ വായിച്ചുകൊണ്ട് ഇത് സുവിനെ പ്രകാശത്തിന് വേണ്ടി ഞാൻ വായിക്കും. അതിനുശേഷം സുവിനെ പ്രകാശനം ചെയ്യാൻ വേണ്ടി നമ്മൾ ജയിച്ചൂടെ ക്ഷണിക്കും. ഇവിടെ പള്ളിയോടത്തിൻ്റെ ചെറിയൊരു മാതൃകയുണ്ട്. എവിടെ അകത്താ അല്ല സിനിമാ നടൻ ജയസൂര്യ, സുരേഷ് ഗോപി എന്നിവർ എത്തിയിട്ടുണ്ട്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുടെയും ഇന്ത്യൻ പ്രസിഡന്റിൻ്റെയും ആശംസ വായിച്ചു ഇപ്പോൾ കേട്ടത്. ഇത് തിരുവോണത്തോണി, അതായത് പൂജാരിമാർക്ക് ഉള്ളതാണ്. അനുഷ്ഠാനങ്ങൾ പാലിച്ച് ഈ തോണിയിൽ കയറേണ്ടതാണ്. ഇതെല്ലാം പൂജാരിമാരാണ്. അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. തിരുവോണ നാളിൽ ഈ തോണി തുഴയും പൂജാരികളെയും വഹിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്കും ഇത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നട. ഒരു ചായ കുടിക്കാനായിട്ട് പോവുകയാണ്. ജലഘോഷയാത്ര കഴിഞ്ഞു. ഇനി മത്സരം തുടങ്ങാനായിട്ട് എല്ലാവരും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോയിരിക്കുന്നു.
അരമണിക്കൂർ എടുക്കും. ആ സമയം കൊണ്ട് ചായ കുടി. ഒരു കടയാണ്. ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. ഹാൻഡിക്രാഫ്റ്റ്സ്, ആനക്കൊമ്പ്, ആനയുടെ തിരുവാഭരണം, എല്ലാ ഐറ്റംസും ഉണ്ട്. നെറ്റിപ്പട്ടം, കടകൾ 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 ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഞങ്ങൾ പോവുകയാണ്. മത്സരം ആരംഭിക്കുന്ന കാരണം നന്നായിട്ട് കാണാൻ പറ്റും. അമ്പലത്തിൻ്റെ അവിടുന്ന് പടിഞ്ഞാട്ട് പോകുന്നു. ഇവിടാണ് ഫിനിഷിംഗ് പോയിന്റ്. വള്ളംകളി സ്റ്റാർട്ടായി. വലിയ വാശിയൊന്നുമില്ല ഇവിടെ. ക്ഷേത്രത്തിലെ ആചാരമായതിനാൽ 3 വള്ളങ്ങൾ വരുന്നുണ്ട്. ഇത് 2 എണ്ണം, ഒരെണ്ണം ഒരു 3 വള്ളപ്പാടിന് പുറകിൽ. ഒരു വള്ളം 2 വള്ളപ്പാടിനെ ലീഡ് ചെയ്യുന്നു. രണ്ട് വള്ളപ്പാട് ലീഡിൽ ഫിനിഷ് ചെയ്യുന്നു. 2 പരുന്നുണ്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നു. 2 വള്ളപ്പാട് മുമ്പിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ വള്ളം പുറകെ വരുന്നു. പുതിയ വള്ളമാണ്. പള്ളിയോടം പള്ളിയോടം ഇതാണ് ജയിച്ച പള്ളിയോടം. 1ാം ഹീറ്റ്സിൽ ജയിച്ച പള്ളിയോടമാണിത്. ചെന്നിത്തല വരെ അടങ്ങുന്ന 52 കരക്കാർക്ക്, ഒരു കരക്കാർക്ക് വള്ളമില്ല. ബാക്കി 51 വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. 1ാം ഹീറ്റ്സിൽ ജയിച്ച വള്ളം. അനുഗ്രഹ ആശംസകളോട് നടക്കുന്ന ഈ വള്ളംകളി കേരളത്തിലെ ഏത് വള്ളങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു എന്ന് നമുക്കറിയാം. എല്ലാ ആചാര കൊമ്പും തലമരവും വളരെ ഉയർന്നു നിൽക്കുന്നു. ഏറ്റവും ഭംഗിയായി പാലിച്ചുകൊണ്ട് 1ാം ഹീറ്റ്സിൽ ജയിച്ച വള്ളത്തിൻ്റെ പേര് ചേർപ്പുളശ്ശേരി. പ്രതീകമാണ് എന്നുള്ളതാണ്. VIP ഗാലറി. ജയസൂര്യ അവിടെ ഉണ്ട്. ഒന്ന് തൊടുമ്പോൾ 100 പൂക്കളായി പൊലിക്കും മനസ്സനഹങ്ങളെ അറിയുന്നതേ മധ്യഭാഷയ്ക്ക് വാക്കില്ല. കടലും കാടും കുലരി കേരളത്തെ പാടിവാഴ്ത്താൻ എന്ന് എഴുതിയ ആറന്മുളയുടെ മണ്ണിൽ നിന്നും ഉയർന്നു വന്ന കവിതയുടെ പൂമരം സ്വന്തവുമായ ടീച്ചറിന്റെ വരികളുടെ പിഴിവിൽ നിന്നുകൊണ്ട് പറയട്ടെ. മലയാളത്തിലെ ഒരു വാക്കും 2ാം ഹീറ്റ്സ് 4 വള്ളങ്ങളുണ്ട്. ചെന്നിത്തല പള്ളിയോടം, ആറാട്ടുപുഴ പള്ളിയോടം. 4 പേരും ഒരേപോലെ വരുന്നു. വാശിയേറിയ മത്സരമാണ്. മൂന്ന് വള്ളം ഒരുപോലെ ഫിനിഷ് ചെയ്തു. 4ാം ട്രാക്കിലുള്ളത് മാത്രം അല്പപ്പുറയിലായിപ്പോയി. ചെന്നിത്തല വള്ളം പുറയിലായിപ്പോയി. ബാക്കി 3 പേരും 4 വള്ളങ്ങൾ ഏകദേശം ഒരേപോലെയാണ് വന്നത്. ചെന്നിത്തല വള്ളം ഒരു അരവള്ളപ്പാടിന് പുറകിൽ പോയി. കേരള സംസ്കാര പൈതൃകത്തിൻ്റെ തനിമയുടെ അഭിവാജ്യ ഘടകമാണ് ആറന്മുള വള്ളംകളി. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി
വമ്പൻ ജനാവലിയാണ്, വമ്പൻ ജനാവലി. സൂര്യ അതേപോലെ തന്നെ ബഹുമാനായ റാന്നിയുടെ എംഎൽഎ ശ്രീ പ്രമോദ് നാരായണൻ, റാന്നിയുടെ മുൻ എക്സ്-എംഎൽഎ ആലപ്പുഴയുടെ വന്നങ്ങളിൽ മധ്യ തിരുവിതാംകൂറിന്റെ തന്നെ ഉത്സവമായി മാറിയിരിക്കുകയാണ്. അടുത്ത ഹിറ്റ്സ് ആരംഭിച്ചു. അഞ്ചാം പാദ മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. കടപ്പുറം പള്ളിയോരങ്ങൾ പള്ളിയോരങ്ങളുടെ അഞ്ചാം പാദ മത്സരത്തിൽ പങ്കാളികളായ സൗമ്യ സമീപ രണ്ടാം സ്ഥാനം കടന്നു വരുന്നു. 5 വെള്ളപ്പാടിന് പുറകിലായിപ്പോയി. രണ്ടാമത് വരുന്ന വള്ളം, മൂന്നാമത് വരുന്ന വള്ളം 1 വെള്ളപ്പാടിന്. ഇത് രണ്ടാം സ്ഥാനം, മൂന്നാം സ്ഥാനം. വിജയിച്ചത് തോട്ടപ്പുഴശ്ശേരി. ഇന്നലെ വരെ വള്ളസദ്യ ഉണ്ടായിരുന്നു, ഇന്നില്ല. 51 കൂട്ടം കറികളുമായിട്ടാണ് വള്ളസദ്യ. ഫ്രീ ആണ്, അമ്പലത്തിലെ നേർച്ചയായിട്ട് ചെയ്യുന്നതാണ്. ഓരോരുത്തർ അവരുടെ ഉദ്ദിഷ്ട കാര്യം സാധിച്ചതിനുള്ള നേർച്ചയായി ചെയ്യുന്നതാണ്. കേരള പൈതൃക രീതിയിൽ 51 കൂട്ടം കറികളുമായി പായസം ഉൾപ്പെടെ ഇലയിൽ വള്ളസദ്യ ഇന്നലെ വരെ ഉണ്ടായിരുന്നു. ഇന്ന് കഴിക്കാമെന്ന് പ്രതീക്ഷിച്ചാണ് വന്നത്, പക്ഷേ ഇന്നില്ല. അതിൻ്റെതായ ടൈമിങ്ങുകളെല്ലാം വ്യത്യസ്തമാണ്. അതൊക്കെ പഠനാർഹമായ വിഷയങ്ങളാണ്. ഇതിനകം തന്നെ പഠിച്ച് കഴിഞ്ഞിട്ടുള്ള വിഷയങ്ങളാണ്. എന്തായാലും മറ്റെല്ലാം ജലോത്സവത്തിന് ഒന്നാം തുഴക്കാരൻ്റെ തുഴ വെള്ളത്തിൽ മുട്ടാൻ വലിയ പാടാണ്. തുമ്പേ മുട്ടത്തുള്ളൂ. വളരെ നീളമുള്ള നയമ്പായിരിക്കും. നയമ്പ് നാട്ടിലെ പോലെ കൈനഗിരിയിലെ പോലെ ചെറിയ തുഴയല്ല, വലിയ തുഴയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നെറ്റിപ്പട്ടം പോലെ കാണുന്നു. ഇതിൻ്റെ പേര് അമരച്ചാർത്ത്. അമരച്ചാർത്ത് ഭംഗിയുണ്ട്. ആനയുടെ നെറ്റിപ്പട്ടം പോലെയുണ്ട്. ഫയർഫോഴ്സ് ഉണ്ട്. കാരണം ഇത്തരം പള്ളിയോടങ്ങൾ എളുപ്പം അറിയാൻ സാധ്യതയുള്ളതാണ്. അടുത്ത ഹീറ്റ്സ് ആരംഭിച്ചു. 1-2 ഹീറ്റ്സിൽ വള്ളങ്ങൾ ഒരേപോലെ വരുന്നു. മൂന്നാം ട്രാക്കിൽ വള്ളപ്പാടിന് പുറകിലാണ്. ഒന്നാം ട്രാക്കിലെ വള്ളം അൽപ്പലിടിയുന്നു. ഒന്നാം ട്രാക്കിലെ വള്ളം ചാടിച്ചാടിയാണ് വരുന്നത്. ഫിനിഷ് ചെയ്തിരിക്കുന്നത്. രണ്ടാം ട്രാക്കിലെ വള്ളം 5 തടപ്പാടിന് പുറകിൽ. ജയിച്ചത് ഇടയാറന്മുള ടീമാണ്. ഒന്നാം ട്രാക്കിലെ വള്ളം വെള്ളപ്പാട് പുറകിലാണ്. ഈ വെള്ളത്തിൻ്റെ പേര് ഐരൂർ. ഐരൂരിന് 3-ാം സ്ഥാനം. പള്ളിയോടങ്ങൾ എന്നാണ് ഇതറിയപ്പെടുന്നത്. കാരണം ദൈവം തമ്പുരാൻ്റെ വള്ളങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ്. എല്ലാം ഒരു നേർച്ചയാണ്, അല്ലാതെ മത്സരം അതിഭയങ്കരമായ മത്സരമല്ല.
നമ്മുടെ സംസ്കാരത്തിൻ്റെ, നമ്മുടെ പൈതൃകത്തിൻ്റെ, കേരള ഓണാഘോഷത്തിൻ്റെ ആറന്മുള പാർത്ഥസാരഥിയുടെ ഒരു തിരുനാൾ കൂടിയാണിത്. ആ അടുത്ത ഹിറ്റ്സ് ആരംഭിച്ചു. കോയിപ്രം പള്ളിയോടം വൻ ലീഡിലാണ്. വെള്ളം ചാടിച്ചാടിയാണ് വരുന്നത്. ചാടിച്ചാടി കൊമ്പിലിരിക്കുന്നവർ തൊഴിയിടുമ്പോൾ കൊമ്പ് ഭാഗം നല്ല വരവാണ് വരുന്നത്. 6 വള്ളപ്പാടിന് ലീഡ് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഈ പള്ളിയോടത്തിൻ്റെ വരവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആരവങ്ങൾ മുഴങ്ങുന്നു. ഇതൊരു നല്ല ടീമാണ്. ഒരേ രീതിയിൽ തന്നെ തുഴയിടുന്നു. വഞ്ചിപ്പാട്ടൊക്കെ പാടി. 2ാം ട്രാക്കിലെ വള്ളം ഇപ്പോഴാണ് ഫിനിഷ് ചെയ്തത്. 1ാം ട്രാക്കിലെ വള്ളം ഫിനിഷ് ചെയ്തിട്ട് 6 വള്ളപ്പാട് പുറകിൽ 2ാം ട്രാക്ക്. 3ാം ട്രാക്കിലെ വള്ളം വീണ്ടും 4 വള്ളപ്പാട് പുറകിലാണ്. കൊടി കെട്ടിയിരിക്കുന്നതാണ് ഫിനിഷിംഗ് ലൈൻ. മത്സരം കഴിഞ്ഞ് വന്ന വള്ളങ്ങളാണ് ഈ കിടക്കുന്നതൊക്കെ. ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ കോർഡിനേഷൻ കമ്മിറ്റിയിലൂടെ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരുമായ ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഇപ്പോൾ ജയിച്ച വള്ളമാണ്. ശക്തിപ്രകടനം. വള്ളം ചാടിച്ചാടി വരുന്നു. വള്ളത്തിൻ്റെ പേര് കോയിപ്രം. ഈ ഹീറ്റ്സിലെ ജേതാവാണ്. വളരെ ലേറ്റായി പോയതിനാൽ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി തിരിച്ച് കൈനഗിരി ചെല്ലണം. ആകയാൽ ഇന്നത്തെ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യുന്നു. This is Kerala Reels from ആറന്മുള. Thank you. God bless you all. മാവേലി കടന്നു വരുന്നു. വള്ളംകളി കാണാൻ പോവുകയാണ്. Thank you friends. God bless you all. Bye bye.